ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രധാന പ്രശ്നമാണ് അത് കായ്ക്കാറാകുമ്പോൾ അതിലുണ്ടാകുന്ന പൂമുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ പൂമുട്ട് കൊഴിയുന്നതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന ഈ തണ്ടിൽ കണ്ടോ, ഇതുപോലെ നല്ല പച്ച നിറത്തിലുണ്ടാകുന്ന പൂമുട്ടുകളൊക്കെ നമുക്കത് കായായിട്ട് തന്നെ പിടിച്ചു കിട്ടും. അതേസമയം ഈ കാണുന്ന മുട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇതുപോലെ മഞ്ഞ നിറത്തിലോ ചുവപ്പ് നിറത്തിലൊക്കെ ആയിട്ട് വരുന്നത് കൊഴിഞ്ഞു പോകാറാണ് സാധാരണയായിട്ട് പതിവ്. ഇങ്ങനെയുള്ള കുറച്ച് മുട്ടുകൾ കൊഴിഞ്ഞു പോയാൽ തന്നെയും നമുക്ക് പുതുതായിട്ട് ഈ കായ്ച്ചു തുടങ്ങിയ തണ്ടുകളിൽ ഈ മുള്ളുകളിൽ നിന്നൊക്കെ വീണ്ടും പുതിയ പൂമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പൂമുട്ടുകളൊന്നും കൊഴിയുന്നത് കാര്യമാക്കാതെ നമ്മൾ കൊടുക്കുന്ന ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെ കൂടുതലടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൽ പിന്നെയും ധാരാളം പൂമുട്ടുകൾ ഉണ്ടായി വരുന്നതാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് പൊട്ടാഷൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ചാരം അത് ഇടയ്ക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. മഴയില്ലാത്ത സമയങ്ങളിൽ ചാരമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ചൂട് ചേർത്തിടാതെ കുറച്ച് നീക്കി വേണം ചാരമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ചാരം കൂടാതെ നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ നന്നായിട്ട് പുളിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇതിൽ മുട്ടുകൾ വരുന്നതാണ്. മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് കോഴിവളമാണ് കേട്ടോ. കോഴിവളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരും. അതുകൊണ്ട് തന്നെ പൂമുട്ട് കൊഴിയുന്നതോർത്ത് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആ കായ്ച്ചു തുടങ്ങിയിട്ടുള്ള ആ തണ്ടിൽ തന്നെ ഇനി ധാരാളം, അതിൻ്റെ ഓരോ മുള്ളിൽ നിന്നും നമുക്ക് ധാരാളം മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അതിൽ ചിലതൊക്കെ കൊഴിഞ്ഞു പോയാലും ബാക്കിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും.